എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ആന്തൂറിയങ്ങളെ പറ്റിയാണ്. ആന്തൂറിയം ചെടിയൊരു നല്ല എക്സ്പെൻസീവ് ഉള്ള വില കൂടിയ ഒരു ചെടിയാണ്. എൻ്റെ അടുത്തൊരു 6 വെറൈറ്റി ആന്തൂറിയാണുള്ളത്. ആന്തൂറിയ അപ്പോൾ എല്ലാം റീപോർട്ട് ചെയ്തതാണ്, പിടിച്ച് വരുന്നുള്ളൂ. കുറച്ച് ഇതിൻ്റെ മുന്നൊന്നും ശരിക്കൊരു പരിചരണം കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ ആന്തൂറിയത്തിൻ്റെ മിനിയേച്ചറുണ്ട്, അതൊരു 3 കളറുണ്ട്. ആന്തൂറിയ മിനിയേച്ചർ പൂവ് വന്നിട്ടുണ്ട്. ഈ മിനിയേച്ചർ നല്ലോണം പൂവിടുന്നൊരു ചെടിയാണ് ഈ ആന്തൂറിയ മിനിയേച്ചർ. അത് വളർത്താൻ വലിയ പരിചരണവും വേണ്ട, നല്ലവണ്ണം പൂവിടുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ പൂക്കളാകും. നമ്മൾ എത്ര പരിചരിച്ചാലും ചെറിയ ചെറിയ പൂക്കളാവും വരിക. ഇത് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ പുതിയ ചെടി നടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഓടിൻ്റെ കഷ്ണങ്ങൾ ഫസ്റ്റ് ചട്ടിയുടെ അടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണ് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചകിരിത്തൊണ്ട്, കരിക്കട്ട, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ അത് വളർന്ന് പൂവിടും. ഇടയ്ക്ക് തേങ്ങാവെള്ളം നേർപ്പിച്ച് അത് ഒഴിച്ചെടുക്കുക. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ഗ്ലാസ് പച്ചവെള്ളം കൂട്ടിയിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പൂവിടാൻ സഹായിക്കുന്ന ഒരു വളമാണത്. അല്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഓർക്കിഡിന് നല്ലതാണ്. ഓർക്കിഡല്ല, ഈ ആന്തൂറിയത്തിന് നല്ലതാണ്. അത് എല്ലാ ചെടികൾക്കും ഈ തേങ്ങാവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അത് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണമെന്ന് നല്ലത്. എന്നാൽ നല്ലവണ്ണം സൂര്യപ്രകാശം കിട്ടും വേണം, എന്നാലാണ് ആന്തൂറിയം നല്ല പൂവ് വരുന്നത്. സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ വെയിൽ കൊള്ളാനും പാടില്ല, നേരിട്ട് വെയിൽ കൊള്ളാനും പാടില്ല. ഈ ഒരു ചെടിയിൽ ഇപ്പോൾ ഒരുപാട് തൈകളുണ്ട്. അത് നമുക്ക് വേരിനൊന്നും കേട് പറ്റാതെ ഇളക്കിയിട്ട് ചട്ടികളിൽ വേറെ ചട്ടികൾ പുതിയ ചെടികളായിട്ട് ഉണ്ടാക്കാം. ആന്തൂറിയത്തിന് ധാരാളം തൈകൾ വരും. ഈ ഒരു ചെടിമേൽ തന്നെ ഇപ്പോൾ 8-10 തൈകളുണ്ട്, 10-ൽ കൂടുതലുണ്ട്. അതുപോലെ ഇതിമേലും ഇതൊക്കെ ഇളക്കി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഓരോന്ന് ഇതൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കാം. അപ്പോൾ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അങ്ങനെ ഇളക്കി നട്ട തൈയാണിത്. ഇതിൽ ചകിരിച്ചോറ്, ചകിരിത്തൊണ്ട്, പിന്നെ മുട്ടൻ്റെ തോട് പൊടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. കരിക്കട്ടയുണ്ട്. ഇതുപോലെ നല്ലോണം കരിക്കട്ട ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ആന്തൂറിയം വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി നാളെ. നമസ്കാരം.